അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഏറെ ചെറുപ്പകാലം തൊട്ട് താഴേക്കോട് മഹല്ല് കമ്മിറ്റിയുടെ മെമ്പറായി തുടക്കം കുറിച്ച് ദീനീ രംഗത്ത് വളരെ കൃത്യതയോടുകൂടെ തന്നെ ദീനീ കാര്യങ്ങളിലൊക്കെ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, സാമൂഹിക രംഗത്തൊക്കെ ദീനീപരമായ കാര്യങ്ങളിലൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെതായ പങ്ക് ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ നെല്ലായ പുത്തൻപീടിയേക്കൽ നൗഷാദ് ഭായി ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമ്മുടെ താഴേക്കോട് ജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞ് 3-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പള്ളിയുടെ അതിൻ്റെ ഒരു ചരിത്രം കേട്ടറിവ് പ്രകാരം നമുക്ക് മുത്തവല്ലി ഭരണമായിരുന്നു നൂറ്റാണ്ടുകളായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മുത്തവല്ലി ഭരണത്തിൻ്റെ പങ്കാളിത്തത്തിൽ നിങ്ങളുടെ കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രങ്ങളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും നമ്മുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളും നമ്മുടെ ചരിത്രങ്ങളും നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ഒന്ന് നമുക്ക് പുറത്ത് ഇന്ന് നമ്മുടെ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരു ചരിത്രങ്ങളൊക്കെ അറിയേണ്ടത് ചെറുപ്പക്കാരുടെയൊക്കെ ഒരാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. പ്രിയപ്പെട്ട നമ്മുടെ അഷ്റഫ് ഭായി, ദീനീ രംഗത്ത് എൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും, അതുപോലെ നമ്മുടെ മറ്റ് രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളും, പരമാവധി ഈ ദീനിയായ കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ ആളുകളെ എത്തിക്കുന്നതിലുമൊക്കെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന ജൂൺ 3-ാം തീയതി താഴേക്കോട് ജുമാ മസ്ജിദ്, പുനർനിർമ്മിക്കപ്പെട്ട ജുമാ മസ്ജിദ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ബഹുമാന്യനായ, നമുക്കറിയുന്ന, നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ പാണക്കാട് കുടുംബത്തിലെ ഇന്നത്തെ കാരണവർ, ഇന്നത്തെ പാണക്കാട് തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ് സയ്യിദ് ഇഫ്രി മുത്തുക്കോയ തങ്ങൾ അവர்களுം, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളുമായ ഷെയ്ഖുൽ ജാമിയ ബഹുമാന്യരായ ആലിക്കുട്ടി ഉസ്താദും പടക്കാട് തങ്ങളും KP മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സദസ്സ് നമ്മുടെ നാട്ടിലൊരുങ്ങാൻ പോവുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് തലേ ദിവസം ഒരു മതസൗഹാർദ്ദ സമ്മേളനവും സ്വാമിമാരും ക്രിസ്ത്യൻ പാതിരിമാരും അതുപോലെ തന്നെ കബീർ ബാക്കവിയും ഒക്കെ അടങ്ങുന്ന ഒരു മതസൗഹാർദ്ദ സമ്മേളനവും നമ്മുടെ നാട്ടിൽ 2-ാം തീയതിയും നടക്കുകയാണ്. 1-ാം തീയതി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പള്ളി കാണാനുള്ള ഒരവസരം നമ്മുടെ കമ്മിറ്റി ഒരുക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പദ്ധതി, ഒരു പരിപാടി നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതിന് പ്രവർത്തിച്ച നമ്മുടെ ടീം നമുക്കറിയാം, അതിന് നേതൃത്വം നൽകിയ ആളുകൾ, അതിന് നിരന്തരമായി പ്രവർത്തിച്ച ആളുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുസ്തഫ സാലി, KK മുസ്തഫ, AP സാലിഹ്, അതുപോലെ തന്നെ തെക്കിൽ കബീർ, NP ജൽമണി, അങ്ങനെയുള്ള പിന്നെ ഒരു ടീം, പാറയിൽ മാനു, അങ്ങനെയുള്ളൊരു ടീം, നാസർ മാഷ നേതൃത്വത്തിൽ വളരെ സജീവമായി ഈ പള്ളിയുടെ പ്രവർത്തനവുമായിട്ട് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അതിന് പിന്തുണയായി നമ്മുടെ പള്ളിയുടെ കാളിയും ബഹുമാന്യരായ നമ്മുടെ നാട്ടിൻ്റെ അഭിമാനവുമായ നമ്മുടെ KK അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ സെക്രട്ടറി അംസു സാഹിബ്, മൈമൂട്ടിയാക്ക തുടങ്ങിയ ആളുകളുടെ ഒരു വലിയ പിന്തുണയും, മറ്റ് മുദരീസും അതുപോലെ തന്നെ
ഖതീബ് അവറുകൾ തുടങ്ങിയ ആളുകളുടെയും മറ്റു ഉലമാക്കളുടെയും നാടിൻ്റെ മുഴുവൻ ഒരു സഹകരണത്തോടുകൂടി വലിയ ഒരു എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വലിയൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ പുതിയ പള്ളിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അതിന് സംഭാവന നൽകിയ വലിയ കുടുംബങ്ങൾ, വലിയ വലിയ തുകകൾക്ക് സംഭാവന നൽകിയ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ നമുക്ക് നിരന്തരമായി നമുക്ക് കാണാൻ ഒരു വലിയ ടീം ഇതിൻ്റെ പിന്നാലെ ഉദ്ഘാടന പ്രവർത്തനങ്ങളുമായി മഗ്ഫൂർ പോലെ കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അവരൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ സംഭാവനകൾ നൽകിയ ആളുകളെ പേരുകളൊന്നും നമ്മളിവിടെ പ്രത്യേകമായി പറയേണ്ട വലിയ ഒരു കൂട്ടം ആളുകൾ ഇതുമായി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പള്ളി ഏകദേശം 2 നൂറ്റാണ്ടിൻ്റെ മുകളിലായി നമ്മുടെ നാട്ടിൽ. ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പള്ളിയുടെ സ്ഥാപകൻ, ഈ പള്ളി നമുക്ക് നമ്മളിലേക്ക് സമർപ്പിച്ചു തന്നതിന് കുറ്റിയടിച്ച് ഈ പള്ളിക്ക് തുടക്കം കുറിച്ച് തന്നത് മമ്പ്രത്ത തങ്ങളാണ് എന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാലഘട്ടത്തിൽ കുത്തുബുസ്സമാൻ ആണ് മമ്പ്രത്തങ്ങൾ. മമ്പ്രത്തങ്ങൾ കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ കുത്തുബാണ്. അന്നത്തെ മുഴുവൻ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും നേതാവാണ് ബഹുമാനപ്പെട്ട മമ്പ്രത്തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഹു. ആ മഹാനവറുകളുടെ കരങ്ങളാൽ തുടക്കം കുറിച്ച പള്ളി നമുക്കറിയാം. പുനർനിർമ്മാണത്തിന് നമുക്ക് അതുപോലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദീനീ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ ദീർഘനാൾ പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് മഹാനവറുകൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളാണ് നമ്മുടെ പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അതുപോലെ തന്നെ കുറ്റിയടിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ കാളി ബഹുമാനപ്പെട്ട കെ.എൻ. അബ്ദുള്ള മുസ്ലിയാറാണ്. കെ.എൻ. അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം ഈ പള്ളിയുടെ കുറ്റിയടി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ഗുരുവര്യനാണ്, നമ്മുടെയൊക്കെ മാർഗനിർദ്ദേശിയായിരുന്നു, നമ്മളോടൊക്കെ വലിയ സ്നേഹവും ബന്ധവുമുള്ള മഹാനവറുകൾ. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊക്കെ തീരാ നഷ്ടമാണ്. അതിനുശേഷം നമുക്ക് അറിയാം ഈ കുറ്റിയടിച്ച് ബഹുമാനപ്പെട്ട കെ.എൻ. അബ്ദുള്ള മുസ്ലിയാർ, അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് അവറുകൾ അതിൽ തറക്കല്ലിട്ടു. അതേ കുടുംബത്തിൽ നിന്ന്, പാണക്കാട് കുടുംബത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് കട്ടില വെപ്പ് നിർവഹിച്ചത്. അപ്പോൾ ഈ പള്ളിയുടെ തുടക്കം മുതൽ തന്നെ മമ്പ്രത്തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഹു മുതൽ ഈ പാണക്കാട്ടത്തങ്ങന്മാർ വരെയുള്ള ഈ മഹാന്മാരായ ആളുകളുടെ നമ്മുടെ പള്ളിയുമായിട്ടുള്ളൊരു ബന്ധം അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമായി കാണുന്നത്. അത് പരിപൂർണമായും മമ്പ്രത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തിലെ ഒരു കുത്തുബും സയ്യിദും ഒക്കെ ആയിരുന്ന മഹാനവറുകൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്ര വലിയ മഹാന്മാരായ ആളുകളുടെ ബർക്കത്ത് നമ്മളെ പള്ളിയിൽ നിലനിൽക്കുന്നുണ്ട്. ബർക്കത്തിന് വേണ്ട 1-2 സാധനങ്ങൾ അദ്ദേഹം നമ്മുടെ പള്ളിയിലേക്ക് നൽകിയിട്ടുമുണ്ട്, ഒരു തലയിണയും ഒരു കുന്തവും ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ അതാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. ഈ മമ്പ്രത്തങ്ങളും അതുപോലെയുള്ള സയ്യിദന്മാർ, ആലിമീങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രശസ്തമായിരുന്ന ഒരു ദർസ് സംവിധാനം സ്ഥാപിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞലി മുസ്ലിയാർ, ഇവരൊക്കെ നമ്മളെ ഖദ്ദസല്ലാഹു തആല സിറഹു, ഇവരൊക്കെ നാടിൻ്റെ അഭിമാനമാണ്. നമുക്ക് താഴെക്കോടാണെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞലി മുസ്ലിയാരെ നാട്ടിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള, എവിടെ ചെന്നാലും നമ്മളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ മമ്പ്രത്തങ്ങളുടെ കാലത്ത് മഹാനവറുകൾ കുറ്റിയടിച്ച് തുടങ്ങിയ ഈ ഒരു പള്ളി നമുക്കറിയാം. നമ്മുടെ ഈ പള്ളി സ്ഥാപിച്ചത് നാലകത്ത് കുളങ്കര കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ വല്യപ്പ ഒരു ഉപ്പാപ്പയാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ നാലകത്ത് കുഞ്ഞീമ എന്നിവരെ കല്യാണം കഴിച്ചതാണ് നെല്ലായ പുത്തൻകുടിയേക്കൽ കുഞ്ഞമ്മു എന്ന് പറയുന്ന ആൾ, താഴെക്കോട്ടുകാരനായ അദ്ദേഹത്താണ് കല്യാണം കഴിച്ചിരുന്നത്. അങ്ങനെ ഈ നാട്ടിൽ ഈ കുഞ്ഞീമ്മ എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാമ അവരുടെ നാട്ടിൽ ഓരോ ഉപ്പ ഉണ്ടാക്കുന്ന പള്ളിയാണ് നമ്മൾ ഈ താഴെക്കോട് പള്ളി. അതിനുശേഷം അതിലൊന്നാമത്തെ മുത്തവല്ലിയായി അവരുടെ ഭർത്താവും നാലകത്ത് കുളങ്കര കുഞ്ഞുണ്ണി എന്നവരുടെ പ്രിയപ്പെട്ട മരുമകനുമായ ഞങ്ങളുടെ വല്ലിപ്പ ഉപ്പാപ്പ എന്ന് പറയുന്ന ഈ നെല്ലായ പുത്തൻകുടിയേക്കൽ കുഞ്ഞമ്മു ആണ് ഒന്നാമത്തെ അതിൻ്റെ മുത്തവല്ലിയായി വരുന്നത്. ആദ്യ മുത്തവല്ലി. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ വസീയത്ത് പ്രകാരം പിന്നെ ആ കുടുംബത്തിലെ മൂത്ത ആളുകളാണ്
അതിൽ മൂത്ത ആളുകളാണ് അതിൽ പാരമ്പര്യങ്ങൾ. രണ്ടാമത് വരുന്ന ഈ കുഞ്ഞിമ എന്ന് പറഞ്ഞവരുടെ മകനാണ് പോക്കരാജി. കുഞ്ഞിമ എന്ന് പറയുന്ന നെല്ലായ പുത്തൻപടിയേക്കൽ കുഞ്ഞമ്മു എന്ന് പറയുന്നവരുടെയും നാലകത്ത് കുളങ്കര കുഞ്ഞുണ്ണി മകൾ കുഞ്ഞിമ എന്നവരുടെയും മൂത്ത മകനാണ് പോക്കരാജി. രണ്ടാമത്തെ മുത്തവല്ലിയായി വരുന്നത് പോക്കരാജി നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളത് പോക്കരാജി നടന്ന് ഹജ്ജിന് പോയ ആളാണ്. അന്നത്തെ കാലത്ത് നടന്ന് ഹജ്ജിന് പോയ വലിയ മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ പാണ്ഡ്യേരിയിലെ കുഞ്ഞമ്മു ഹാജി എന്നറിയപ്പെടുന്ന നെല്ലായ പുത്തൻപടിയേക്കൽ കുഞ്ഞമ്മു ഹാജിയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ നമുക്കറിയാം. ഒന്ന് നമ്മുടെ പിന്നെ മക്കളെയൊക്കെ അദ്ദേഹം ആലിമീങ്ങളാക്കിയിട്ടുണ്ട്. നമ്മുടെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നൊക്കെ പറയുന്ന നമ്മുടെ മമ്മുഞ്ഞാൻ്റെ ഒക്കെ പിന്നെ വാസിൻ്റെ ഉപ്പ, അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മുസ്ലിയാർ നമ്മുടെ കുഞ്ഞമ്മു ഒരു ഉപ്പ, അതുപോലെ പിന്നെ നമ്മുടെ പള്ളിയുമായൊക്കെ സഹകരിക്കുന്ന നല്ല രീതിയിലൊക്കെ എല്ലാ നിലക്കും സഹായിക്കുന്ന നമ്മുടെ ഉമർ, ഹനീഫ, ഇതൊക്കെ അവരുടെയൊക്കെ പിന്നെ സഫർക്കാക്കു ഇവരൊക്കെ വല്യപ്പണ്ടല്ലോ ഉസങ്കാക്ക, ഇതൊക്കെ ഇവരുടെ മക്കളാണ്, ആൺകുട്ടികളാണ്. അതിലിവരൊക്കെ മൂത്ത മകനായിരുന്ന മുഹമ്മദ് ഹാജിയാണ് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ പതിറ്റാണ്ടുകളോളം പള്ളിയുടെ മുത്തവല്ലി സ്ഥാനത്തുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ പിന്നെ മക്കളായി വന്നില്ല. പിന്നെ അവരുടെ എളാപ്പയുടെ മക്കളായിരുന്ന ഇബ്രാഹിം കുട്ടി ഹാജിയാണ് പിന്നെ ഈ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഉണ്ടായിരുന്നത്, മുത്തവല്ലിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പിന്നെ നിർമ്മാണ കമ്മിറ്റി പള്ളി പുനർനിർമ്മിക്കുക, അന്നത്തെ കാലത്ത് ഇതേപോലെ ഒരു നിർമ്മാണ കമ്മിറ്റിയൊക്കെ ഉണ്ടായി. പള്ളി നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി മൂപ്പര് തന്നെ അവരോധിക്കുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ പ്രസിഡന്റും അവസാനത്തെ മുത്തവല്ലിയും എന്ന് വേണമെങ്കിൽ മൂപ്പരെ സൂചിപ്പിക്കും ഇബ്രാഹിം കുട്ടി ഹാജി, നെല്ലായ പുത്തൻപടിയേക്കൽ ഇബ്രാഹിം കുട്ടി ഹാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം അതുകൊണ്ട് നമുക്കതിൽ ഏറെ സന്തോഷമാണ്. കാരണം ഈ ഒരു പള്ളി ഇവിടെ ഇങ്ങനത്തെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് ഇത് നിർമ്മിക്കുകയും ഇത് പരിപാലിക്കുകയൊക്കെ ചെയ്ത ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമാകാൻ കഴിഞ്ഞു. ഈ കാലത്ത് നമുക്കും അത് പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷ കാര്യമാണ്. ദീനീ രംഗത്ത് അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങളുടെ 100-1 പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയണില്ല എന്ന വിഷമവും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്നാലും അവർക്കൊക്കെ ഇത് കണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം അവർക്കൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരൊക്കെ ഒരു നന്മ ഒരു നാട്ടിലുണ്ടാക്കുക അങ്ങനെയാണല്ലോ, അതിൻ്റെ ആ ഒരു ഗുണം ഇവർക്കൊക്കെ ലഭ്യമാകും. അപ്പോൾ അതാണ് നമുക്ക് ഈ വേളയിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ഹൈവേയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ ഇതുപോലുള്ളൊരു പള്ളി നമ്മൾ ഇനിയിപ്പോൾ ഈ കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു പ്രത്യേകത ഇപ്പോഴും നിലനിൽക്കലാണ്. അതൊക്കെ ഈ തുടക്കക്കാരുടെ ഈ പള്ളികളൊക്കെ എന്ന് പറയുമ്പോൾ പള്ളി സംവിധാനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ തെക്കുവ ഉള്ള ആളുകൾ തുടക്കത്തിൻ്റെ ഒരു സ്ഥാപനം ഒരു തെക്കുവ, അത് തെക്കുവയുടെ പേരിൽ അസ്ഥിവാരം. ഏത് പള്ളികളൊക്കെ തെക്കുവയുടെ പേരിൽ അടിസ്ഥാനം ഇട്ടാലുള്ളത് അള്ളാഹുവിൻ്റെ ഭവനമായി അറിയപ്പെടും. അല്ലെങ്കിൽ പല ആൾക്കാരും മുമ്പ് പഴയ കാലത്തൊക്കെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മസ്ജിദുൽ ഇറാറുകളാണ്. ഏതെങ്കിലും ഒരു പള്ളിയല്ലേ തെക്കുവയുടെ പേരിൽ അസ്ഥിവാരിട്ട നല്ല മുഖലിസീങ്ങളായ ആളുകൾ അതാണ് ഞങ്ങൾ താഴക്കോട് പള്ളിയുടെ പ്രത്യേകത. വളരെ നിഷ്കളങ്കരായ മുഖലിസീങ്ങളായ ആളുകൾ അവർ നിർമ്മിച്ച, അതുപോലെ ആ കാലഘട്ടത്തിൽ ഔലിയാക്കളുടെ നേതാവായിരുന്ന അന്നത്തെ സുൽത്താനായിരുന്ന അന്നത്തെ കുത്തുബുസമാനായിരുന്ന ആൾ കുറ്റിയടിക്കുക വലിയ സംഭവം, വലിയ ഭാഗ്യം ലഭിച്ചതാണ്. അതൊക്കെ താഴക്കോട് പള്ളിയുടെ മാത്രം അല്ലെങ്കിൽ അതുപോലെ വളരെ ദുർലഭമായ ചില പള്ളികളുടെ മാത്രം ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമാണ്. അല്ല, അതന്നെ നമുക്ക് അതിന് തെളിവല്ലേ. വലിയൊരു എമൗണ്ട് ഇതിന് ചിലവർ നമ്മളൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറയപ്പെട്ടിട്ടല്ല. ഇല്ല, അതാണ് പ്രത്യേകത. അതൊക്കെ അത് നമുക്കറിയാം. ഇപ്പം ഈ മഹാന്മാരുടെ സഹായം എന്ന് പറയുന്നത് അവരുടെ മരണശേഷം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അവർ മരണപ്പെട്ടു പോയാലും അവരുടെ മോചിതത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അത് വലിയ തെളിവുകളുണ്ട്. ഇപ്പം നമ്മൾ തെയ്യോട്ടുചിറ സൂഫി മഹാനവറുകൾ ഇന്നും ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് മുപ്പരുടെ കറാമത്ത് കൊണ്ടാണ്. അതുപോലെ ദാറുൽ ഹുദ ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളുടെ അവിടെ ലഭ്യമാകുന്ന പണം കൊണ്ടാണ് ദാറുൽ ഹുദ നടന്നു പോകുന്നത്. അത് പണ്ട് ശംസുൽ തന്നെ പറഞ്ഞതാണ്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, അതൊക്കെ കുത്തുബുസമാൻ നോക്കിക്കൊള്ളുന്നു. കുത്തുബുസമാൻ നോക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ബേജാറൊന്നുമില്ല. അന്നത് ഉണ്ടാക്കുന്ന ആളുകൾ ബേജാറായി എങ്ങനെ ഇത്രത്തോനെ കുട്ടികളെ പഠിപ്പിക്കുക, എങ്ങനെ ഇത് മുന്നോട്ടുണ്ടാകും, കുത്തുബുസമാൻ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യം പറയുന്നത് നമ്മുടെ ഈ തങ്ങന്മാർ, സയ്യിദന്മാർ,
അതുപോലെ നമ്മുടെ നാട്ടിൽ മുഖലിസീങ്ങളായ നല്ല കാരണവന്മാർ, ദീനിയായ കാരണവന്മാർ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ അത് നാട്ടിൽ നിലനിൽക്കണം. അല്ല, അത് തന്നെ തുടക്കം മുതൽ ഇന്നും ഇപ്പോൾ നമ്മൾ പിന്നെ ദർസ് തുടങ്ങി ഇന്നും നമ്മളെ കോളേജ് നിലനിൽക്കുന്നത് അതല്ലേ പ്രത്യേകതയല്ലേ? നമ്മുടെ കോളേജ് അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട അസർ സാഹിബ് സൂചിപ്പിച്ചപ്പോഴാണ് നമ്മുടെ അറബി കോളേജ്. അറബി കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ദർസിൻ്റെ പാരമ്പര്യമാണ്. അതിന് പിന്മുറയായിട്ട് അതിൽ പതിറ്റാണ്ടുകളോളം നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൽ അന്നത്തെ ഏറ്റവും അറിയപ്പെട്ട കുഞ്ഞലവി മുസ്ലിയാർ നബറല്ലാഹു മഹാനവരുടെ വീട് ആനമങ്ങാട് പിന്നെ ആനനെല്ലൂരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കബറും അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൂടെ നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു. വലിയ മഹാനവറുകളാണ്, വലിയ മഹാനാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചരിത്രം പറയുന്നത്, അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകൾ, അദ്ദേഹം ഒരു പരിക്കൻ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ വന്ന ആളുകൾ നമ്മൾ കണ്ട പോലെ പിന്നെ കേട്ട പോലെ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് തിരിഞ്ഞൊന്ന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെയായിട്ടല്ലേന്നു എന്ന് പറഞ്ഞ്, അതായത് അറബി ഒരു പിന്നെ വലതു ഭാഗത്ത് ഒരു പുള്ളി ഇട്ടാൽ പോലും അതിൻ്റെ അർത്ഥം കുഞ്ഞലവി മുസ്ലിയാർ പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ. ജാമിയ നൂരിയ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സദർ മുദരിസ്, വലിയ പിന്നെ മഹാന്മാരായ കണ്ടമാനം ആളുകളുടെ ഈ കേരളത്തിലെ ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പ്രധാന ശിഷ്യൻ. നമുക്ക് അത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ കുഞ്ഞലവി മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട് അറിയപ്പെടുന്നത് തന്നെ മുസ്ലിം ലോകത്ത് താഴെക്കോട് എന്ന് അറിയപ്പെടുന്നത് കുഞ്ഞലവി മുസ്ലിയാരുടെ നാമത്തിലാണ്. താഴെക്കോട് കേട്ടാൽ അവിടെ ചോദ്യം വരും, കുഞ്ഞലവി മുസ്ലിയാരുടെ നാട്ടിലാണോ എന്നാണ് നമ്മളെ പണ്ഡിത ലോകത്ത് നിന്ന് ഏതൊരാളും ചോദിക്കുക. കുഞ്ഞലവി മുസ്ലിയാരുടെ താഴെക്കോട് എവിടെയാണ്, ഇപ്പോൾ പെരിന്തൽമണ്ണയാണെന്ന് പോലും എനിക്കറിയില്ല. മലപ്പുറം ജില്ലയിലാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. താഴെക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന പേരിൽ പണ്ഡിത ലോകത്ത് ഏറെ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. അന്ന് തന്നെ 100 കണക്കിന് കുട്ടികൾ നമ്മൾ താഴെക്കോട് പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും അത് നിലനിർത്തുന്നുണ്ട്. അതാണ് നൂറ്റാണ്ടുകളായി അന്ന് 100 കണക്കിന് കുട്ടികൾ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വിജ്ഞാനം നുകർന്നു പോയി നമ്മുടെ അന്തസ്സ് നിലനിർത്തി ഇന്നും നമുക്ക് അതിന്റെ ദ്വാബർക്കത്ത് നമ്മുടെ നാട്ടിൽ ലഭിക്കാം. ഇന്നും തന്നെ അത് നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്നു. 100 കണക്കിന് കുട്ടികൾ ഇന്നും നമ്മളെ ദർശിക്കുന്നു. 140-ലധികം നമ്മുടെ അസീസ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ 140-ലധികം കുട്ടികളെ നമ്മൾ ദർസിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ 10-15 അധ്യാപകരെ വെച്ച് വലിയ സംഭവമല്ലേ. നമ്മുടെ കമ്മിറ്റി അത് നിർവഹിക്കുന്നതൊക്കെ, അതിന് മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ദൗത്യമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിലനിന്ന് പോകണം. ലക്ഷങ്ങളും മാസ വരുമാനം എന്നുള്ള ആവശ്യമാണ്. പക്ഷെ അതൊക്കെ അത് അന്ന് തന്നെ ഈ ദർസ് ഇവിടെ സ്ഥാപിച്ചത് നമ്മുടെ കല്ലടി മുട്ടിയാജി അവരുടെ എം സാജിൻ്റെ ഒക്കെ ഒരു വാപ്പ ഈ ദർസ് അവരെ വല്യപ്പൊക്കെ ഈ ദർസ് ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ അതിലേക്ക് വേണ്ട പിന്നെ അതിൻ്റെ ചെലവിലേക്ക് അന്ന് തന്നെ നെല്ലാകുത്തം പിടിയേക്കൽ, ചെറിയ മുട്ടിയാജി അവരുടെ മക്കൾ മോമാക്ക് അവരൊക്കെ അന്ന് തന്നെ അവരുടെ മണ്ണാർമലയുള്ളൊരു സ്ഥലം അതിന് കൊടുത്തിരുന്നു. അതിലേക്ക് ചെലവിന് ഈ ഓരോ അളിയന്മാരുമാണ് ഇവരെ ഈ കല്ലടിക്കാർ അവരിവിടെ വരുന്നത് തന്നെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് അവരെ ഉമ്മാൻ്റെ കല്ലടി ഫാമിലിയോട് വരുന്നത് അങ്ങനെയാണ്. കല്ലടി ഫാമിലി അവിടെ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചക്കാമാജി അവരുടെ ജ്യേഷ്ഠനെ ഇവിടുന്ന് അവരെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചു. കാരണം ചക്കാമാജി അവരുടെ ഉമ്മയൊക്കെ നെല്ലായിക്കാരായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയാണ് അവരും ഇവിടെ അങ്ങനെ ആ നാലകത്ത് ഫാമിലി അവരുടെ ആ കുടുംബം ഇവിടെ വരുന്നത്. ഈ കല്ലടി ഫാമിലി അവരൊക്കെ ഈ പള്ളിയുമായിട്ടുള്ള ബന്ധവും എന്ന് പറയുന്നത് തന്നെയാണ്. അന്ന് മുതലേ പള്ളിയുടെ, കാരണം അവരെ കല്യാണം കഴിച്ചു, പിന്നെ അവരെ പേരക്കുട്ടികളുമാണ് അവർ കല്ലടിക്കാരും അവരൊക്കെ പേരക്കുട്ടികളെയും വലിയമാരുടെയൊക്കെ പേരക്കുട്ടികളെല്ലാവരും. അപ്പോൾ ആ നിലക്കാണ് അവരും ഇവിടെ വരുന്നതും. അന്ന് അവർ ഈ ദർസ് സ്ഥാപിക്കുന്നതും ദർസിന് ഇവരുടെ ഈ പിന്നെ ആമുട്ടിയാജി അവർ പിന്നെ നൽകുന്നതും അത് പിൽക്കാലങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മണ്ണാർമലയിൽ നിന്ന് അവരെ നടത്താനും അവർ നമുക്ക് തന്ന പണം കൊണ്ട് നമ്മളിവിടെ മാട്ടത്തിലെ തൊടുവിൽ നമ്മൾ സ്ഥലം വാങ്ങി അത് വാങ്ങി ഒരേക്കർ നമ്മൾ സ്ഥലം വാങ്ങി ആ സ്ഥലം ഇന്നും അള്ളാഹുവിൻ്റെ ഒരു തോഫിയൊക്കെ പണം നമ്മളെ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ വലിയൊരു അഭിമാനമായ ഒരു സ്ഥാപനം വരികയാണ് നമ്മളെ കോംപ്ലക്സിലേക്ക് നമ്മളെ ആളുകളെയൊക്കെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെയാണ് എല്ലാ നാട്ടിലും ഉണ്ടാകുക. പക്ഷേ നമുക്കതിന് ഒരു വലിയൊരു തുക നമുക്കതിന് ആവശ്യമായി വന്നപ്പോൾ 1 കോടിയോളം രൂപ നമുക്കതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ സ്ഥലം വിൽക്കുക നമ്മൾ ചെയ്തു. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി അന്ന് വഖഫ് ചെയ്ത സ്ഥലം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ആളുകൾ ചെറിയ സംഭാവനകൾ നൽകി ചെറിയ ആളുകൾ ചെറിയ സംഭാവനകൾ നൽകി ആളുകളുണ്ടെങ്കിൽ പോലും അതിന് വ്യാപകമായ ഒരു പിരിവോ കാര്യമൊന്നും നമ്മൾ നടത്തിയില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുകൾ മാത്രം, അപ്പോൾ ഇതിനെപ്പോഴത്തെ 1-2 ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർ തന്നെയല്ല നമ്മളതിന് പിരിവൊന്നും നമ്മൾ നടത്തില്ല.
അപ്പോൾ ആ സ്ഥാപനത്തിന് അഡ്വാൻസും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് നമ്മൾ ആ ബിൽഡിംഗ് ആയിട്ട്, പക്ഷേ അതിനൊരു കോടിയോളം രൂപയ്ക്ക് വരുന്ന നമ്മൾ ഈ സ്ഥലം അന്ന് വിറ്റ് ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി വഖഫ് ചെയ്ത ആ സ്ഥലം കൊണ്ടാണ് ഇന്ന് നമുക്ക് കോളേജ് അപ്പോൾ അത് തുടക്കം. അപ്പോൾ അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു അവരുടെ ചിലവിലേക്കുള്ള ഒരു വലിയ വരുമാനം അന്ന് തന്നെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി കൊണ്ട് ഇന്നും നടന്നു പോകുന്നു എന്നുള്ളത് ചരിത്രമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ അതിൻ്റെ വരുമാനം ഈ കുട്ടികളുടെ ഭക്ഷണത്തിലേക്കാണ്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭക്ഷണത്തിന് എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അന്ന് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ആളുകൾ അത് പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. കാരണം അത് ആര് ചെയ്താലും ആ ചെയ്ത ആളുകൾക്കൊക്കെ പ്രതിഫലം നൽകട്ടെ. നമുക്കതിൻ്റെ പ്രതിഫലമൊന്നും കിട്ടില്ല. നമ്മളെ അവരാര് ചെയ്താലും, നമ്മളെ മക്കൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, അതിലൊക്കെ സന്തോഷം. അതിലൊന്നും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അതിലൊന്നും ഒരു അഭിമാനം കൊണ്ടുകൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെ പിതാക്കന്മാരൊക്കെ ചെയ്തു പോയ സുഹൃതത്തിൽ നമുക്കൊന്നും ലഭിക്കില്ല. നമുക്ക് നമ്മുടെ മക്കൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ല, ഈ നാട് അറിയപ്പെടുന്നത് തന്നെ നമുക്ക് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവരൊക്കെ അത് ചെയ്തു, നല്ല ആളുകൾ അത് ചെയ്തു. നമ്മളെ നാട്ടിലെ എല്ലാ ആളുകളും വളരെ നല്ല സംഭാവനകളും കാര്യങ്ങളും കൊടുത്താണ്. ഇതിന് മുമ്പ് നമ്മളെ പള്ളി ഒരു 10 വർഷം മുമ്പ് നമ്മളെ പള്ളി ഒന്ന് പുനർനിർമ്മിച്ചത്. അന്നാണ് ഈ പുനർനിർമ്മാണ കമ്മിറ്റി ആദ്യം ഉണ്ടാക്കുന്നത്. നിർമ്മാണ കമ്മിറ്റി അത് ഇബ്രാഹിം കുട്ടിയ ഇബ്രാഹിം കുട്ടിയാജിയൊക്കെ പ്രസിഡൻ്റായി അങ്ങനെ ഒരു കമ്മിറ്റി വരുന്നത്. ആദ്യ കമ്മിറ്റി ശേഷം വരുന്നത്. അങ്ങനെ ആ ഒരു കമ്മിറ്റി അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വലിയ ആളുകളുടെ മുഴുവൻ സഹകരണത്തോടു കൂടി, നാട്ടിൽ അന്നത്തെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് അന്ന് നമ്മളെ പള്ളി ഉണ്ടാക്കിയത്. നാട്ടുകാരുടെ പള്ളി തന്നെയാണ്. എല്ലാ നാട്ടിലെ ഓരോ ആളുകളും നിങ്ങളെയും, നിങ്ങളെപ്പാക്കും വല്യപ്പാക്കും എൻ്റെ നാട്ടിലെല്ലാവർക്കും അവരെ കൊണ്ട് എന്താണോ കഴിയുന്നത് മുഴുവൻ കൊടുത്തുണ്ടാക്കിയ പള്ളിയാണ് അന്നും ഉണ്ടായിരുന്ന പള്ളി. ഇപ്പോഴത്തെ പള്ളിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും വലിയ സംഭാവനകൾ നൽകിയ, നമ്മളൊക്കെ കേട്ടാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഒരു നാട്ടിൽ അറിയപ്പെട്ട ആൾക്കാരൊന്നും അല്ല, അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ, ഒരു ഫാമിലിയിൽ തന്നെ ഏകദേശം ഒരു 10-30 ലക്ഷം റുപ്യ വന്നത് നമുക്കറിയാം. ചരിത്രമാണ്. അതൊക്കെ ഒരു ചിലപ്പോൾ ഉസ്താദുമാരേക്കാരും അല്ലെങ്കിൽ ഒരു വലിയ കച്ചവടക്കാരോ ഒന്നുമല്ല, വലിയ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതൊക്കെ നമുക്ക് വലിയ അത്ഭുതമാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു സംഭവം. നമുക്ക് നൽകിയ നേതൃത്വത്തിന്റെ പേര് പോലും പറയരുത് എന്നാണ് അവരുടെയൊക്കെ പേര് പോലും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭാവനകൾ തരുന്ന ആൾക്കാർ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ലക്ഷങ്ങൾ സംഭാവന ചെയ്ത കുട്ടികൾ, അതൊക്കെ വലിയൊരു സംഭവമാണ് നാടിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ സമയത്ത് ഇപ്പോൾ ഒരു 5-5.5 കോടിയോളം രൂപ പറഞ്ഞാൽ ചെറിയ സംഭവമല്ല, വലിയൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ കമ്മിറ്റി തന്നെ ഇപ്പോൾ നമ്മുടെ അതിന് മക്കാമിൻ്റെയും നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്ത് അവിടെ നിന്നും നമ്മൾ സംരക്ഷിച്ചു വരുന്ന ഈ മുത്തവല്ലിമാരുടെ കബറാണ്. ആദ്യം നമ്മളെ പള്ളിയോട് ചേർന്ന് കെട്ടിയിട്ടായിരുന്നു. പള്ളിയും അങ്ങനെ ചേർന്നിട്ട് നമ്മൾ ആ കയറി പോകുന്ന സൈഡിൽ ഇങ്ങനെ ഒരു കെട്ടായിരുന്നു. അത് പിന്നെ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മക്കാമിന്റെ മുമ്പിലായിട്ട് തിരുമുറ്റത്ത് അവരുടെ കബറുകളാണ്. അവിടെ ഇതുമായി നമ്മളെ പള്ളിക്ക് സേവനം ചെയ്ത മുത്തവല്ലിമാരെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള മുത്തവല്ലിമാരെ, എല്ലാവരും മെഡിക്കൽ ക്യാമ്പിൻ്റെ അവരുടെ കബറുകളാണ് അവിടെ നിലനിൽക്കുന്നത്. അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ഇറങ്ങുമ്പോൾ ഒരു സലാം പറയാലോ. അവർ അന്ന് ചെയ്തു പോകുന്ന സുഹൃത്തത്തിന്റെ ഏറ്റവും വലുതാണ് അസ്സലാമു അലൈക്കും എന്ന് പറയും. അവിടെ നിന്നൊരു ഫാത്തി ഓതും, പള്ളിയുടെ അവിടെ നമ്മൾ ദ്വാരക്കും. ഇതൊക്കെ അവർ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഈ നാടുകാരുടെ അവരുടെ ആ ഒരു നന്ദി എന്നും അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും തന്നെ അവർ നല്ല നിലയിൽ പ്രവർത്തിച്ച് നമ്മൾ വലിയൊരു പള്ളി സംവിധാനങ്ങൾ ഉണ്ടാക്കി, വലിയൊരു അറബി കോളേജ് കൊണ്ടുനടന്ന് ഇത് നാൾ വരെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി നമ്മൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യും. എത്രമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യും അത്രമാത്രം പ്രതിഫലം നമുക്ക് കിട്ടും. അതൊക്കെ വളരെ മോശക്കാരാണ്. അത് അന്നത്തെ മുൻഗാമികളെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴും പള്ളിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ, നമുക്കൊന്നും അത്രമാത്രം ഒഴിവില്ലെങ്കിലും സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ വലിയ പ്രതിഫലമാണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ്, നല്ല മിനിങ്ങളുടെ മലായിക്കത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയാണ് അവർക്ക് കിട്ടുക. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നൗഷാദ് ഭായി ഏകദേശം ചരിത്രങ്ങളും മറ്റുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ദീനീ രംഗത്തൊക്കെ ഒരു ചെറുപ്പം തൊട്ട് തന്നെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്ന ഉസ്താദുമാർ, അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ ഖത്തീബ്, നിങ്ങളുടെ അറിവിലുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുക, അതും കൂടി ഒന്ന് കേട്ടാൽ നന്നായിരുന്നു.
നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ നമ്മൾ പിന്നെ നിരന്തരമായി നമുക്ക് ഉള്ള പരിചയം എന്ന് പറയുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട നമ്മളെ കെ അബ്ദുൽ മുസ്ലിയാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് രാത്രികളിൽ നമുക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി അദ്ദേഹം നടത്തി തന്നിരുന്ന ക്ലാസ്, പകൽ നമ്മളെ പള്ളിക്ക് നടന്നിരുന്ന ക്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ പുത്തൻവാദികളോടൊക്കെ അദ്ദേഹത്തിൻ്റെ ശക്തമായ എതിർപ്പ്, അതൊക്കെ നമ്മുടെ രക്തത്തിലും കയറിയിട്ടുണ്ട്. നമ്മളെ ഒരു ആദർശ രംഗത്ത് നിലനിർത്തുന്നതിൽ അബ്ദുൽ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ് ആ പിന്നെ ശാഠ്യം, മൂപ്പരുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് വലിയ മാതൃകയാണ്. അതാണ് ഒരു യഥാർത്ഥ സുന്നി എന്ന് നമുക്കൊക്കെ സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്ലിയാർ. പിന്നെ അതുപോലെ നമുക്ക് അന്ന് മുതൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം കൂടി നടന്നു നമ്മളെ ഈ റമദാനിൽ നടക്കുന്ന ക്ലാസ്. ആ ക്ലാസ് ഏകദേശം നമ്മൾ 10-40 വർഷം പിന്നിട്ട് പോകും. 40 വർഷമായി. മറ്റേ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏകദേശം എല്ലാ റമദാനിലും 1990-കളിൽ തുടങ്ങിയതാണ് രാത്രിയുള്ള ക്ലാസ്. ആ രാത്രിക്കത്തെ ക്ലാസ് രാത്രി 1990-കളിൽ തുടങ്ങിയ രാത്രി ക്ലാസ്സുകൾ നമുക്കറിയാം. പിന്നെ അത് ഏകദേശം ഒരു കുറച്ച് വർഷത്തോളം, ഒരു 5-6 വർഷത്തോളം ബഹുമാനപ്പെട്ട കെ അബ്ദുൽ മുസ്ലിയാർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം അദ്ദേഹത്തിന് രാത്രി 12 മണിക്ക് ക്ലാസ് വരും. രാത്രി വരേണ്ടത് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരം വന്നപ്പോൾ ബഹുമാനപ്പെട്ട കെ അബൂബക്കർ മുസ്ലിയാരെ നമ്മൾ പോയി കൊണ്ടുവന്ന് നിരന്തരമായി ആ ക്ലാസ് എടുപ്പിച്ചു. ഇന്നും അത് നിലനിൽക്കുന്നു. 10-20 വർഷത്തിന് മുകളിലായി അദ്ദേഹത്തിൻ്റെ രാത്രി ക്ലാസ്. അതെന്താ ചെറുപ്പക്കാർക്ക് നല്ലൊരു എനർജിയാണ്. സത്യത്തിൽ നമ്മളെ മുസാഹദയൊക്കെ രൂപപ്പെടുന്നത് എന്നാണ്. നമ്മളെ AK നാസർ മാസ്റ്റർ പിന്നെ ഒക്കെ അത് ചെയർമാനായിട്ടും ഞാൻ ജനറൽ കൺവീനറായിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ നസീർ ട്രഷറായിട്ടും ഞങ്ങൾ ഈ സത്യത്തിൽ ആ രാത്രിക്കത്തെ നമ്മൾ ആ ക്ലാസ്സും അതുപോലെ ആ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അങ്ങനെ ഉടലെടുത്ത ഒരു സംഭവമാണ്. അതാണ് നമ്മൾ പിന്നെ മറ്റേ നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കൾക്ക്, നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് വലിയ പ്രചോദനമാണ്. അത് അന്ന് KK ഉസ്താദും ഖത്തീബും ഒക്കെ വളരെ വളരെ അവരൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് നമ്മളെ പിന്നെ ചോദിച്ചതുപോലെ നമ്മളെ ഖത്തീബ് ഉസ്താദ് നമ്മളെ ഈ കാര്യത്തിലൊക്കെ മുസാഹദ കാര്യങ്ങൾ അതിലൊക്കെ ഒന്നുകൂടി നമ്മൾ അവരോടൊക്കെ ഒന്ന് അടുത്ത് പെരുമാറാനും വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ അദ്ദേഹം വന്നത് മുതൽ തന്നെ അവരോട് ഒരു ഭയങ്കരമായൊരു അടുപ്പം സൂക്ഷിക്കാനും നമ്മളോട് ഭയങ്കര ഇഷ്ടം. പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിക്കൊക്കെ പിന്നെ നമ്മൾ ചെല്ലുന്ന ചെറുപ്പക്കാരോട് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഞാൻ മുമ്പ് ചർച്ചയിൽ പറഞ്ഞിരുന്നു, കാരണം ഇപ്പോൾ എൻ്റെ നിക്കാഹിൽ പങ്കെടുക്കുക, എൻ്റെ 2 പെൺമക്കൾ നിക്കാഹ് നടത്തുക, അങ്ങനെയൊക്കെ ഒരു ചരിത്രം മൂപ്പർക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. അത് കാരണം അതൊക്കെ വളരെ ദുർലഭം ആളുകളിൽ. അതൊക്കെ ഒരു പള്ളിയിൽ ഇത്രയും കാലം ഒരാൾ പിന്നെ അതിൻ്റെ ഒരു അസ്വാരസ്യം ഇല്ലാതെ അതിൻ്റെ മെഹ്റാബിൻ്റെ അന്തസ്സ് കാക്കുക എന്ന് പറയുന്നത് അത് ഡിപ്ലോമസിയാണ്. അത് ഒരുവിധം ആളുകൾക്ക് സാധിക്കാത്തതാണ്. മെഹ്റാബ് പിന്നെ അതിലൊരു അസ്വാരസ്യം ഇല്ലാതെ ഒരു പ്രതിസന്ധി ഇല്ലാതെ 3 പതിറ്റാണ്ടിനപ്പുറം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗഫീഖാണ്. അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകണം. അത് നമ്മൾ അദ്ദേഹത്തെ പിന്നെ ഈ സമയത്ത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മളെ നമുക്കൊക്കെ 50 വർഷത്തോളം നമ്മളൊക്കെ കണ്ടൊരു സൂഫിയാണ്. 50 നൂറ്റാണ്ട് മുകളിൽ 25 വർഷത്തോളം നമ്മൾ കണ്ടൊരു സൂഫിയാണ്. നമ്മളൊന്നും ഇത്ര അടുത്തൊന്നും അങ്ങനെ ചരിത്രത്തിൽ കേൾക്കാത്ത ഒരാളാണ്. സൂഫിയാണ് മുകളിൽ. നമുക്ക് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന മുഖം സത്യത്തിൽ നമ്മൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, സത്യത്തിൽ നമ്മളെ മുമ്പിൽ നമ്മുടെ ബിലാലാണ് നമ്മുടെ നാടിൻ്റെ. അത് നൂറ്റാണ്ടിലധികം ഒരു പള്ളിയിൽ സേവനാനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് വലിയ നമുക്ക് അത് ഒരു മഹത്വമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെ ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ആമീൻ. അപ്പോൾ ഏതായാലും പിന്നെ നമ്മുടെ ഖത്തീബുമാരെ കുറിച്ചും അതുപോലെ തന്നെ ഉസ്താദുമാരെ കുറിച്ച് അതുപോലെ തന്നെ മുഅദ്ദിനെ എല്ലാവരും ഏകദേശം ചർച്ചയിൽ ഉൾക്കൊണ്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭാവി തലമുറക്ക് നല്ലൊരു ഉപകാരപ്രദമായ ഒരു ചർച്ചയും അതോടനുബന്ധിച്ചുള്ള പ്രതികരണവുമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ ഏതാണ്ട് എല്ലാ പോയിന്റുകളും ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഐശ്വര്യ നാടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റൊരു നാട്ടിൽ നിന്നുണ്ടാകാത്ത രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി വരെ ഉണ്ടായി സൂഫി സാഹിബ്. അതൊക്കെ നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ നാടിനൊരെന്നും അതൊക്കെ ഒരു നാളേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ നിരക്കും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദർസ് നമ്മുടെ നാട്ടിൽ, അങ്ങനെ എല്ലാ പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊക്കെ ഭയങ്കര എല്ലാ നിരക്കും നമ്മുടെ നാടിനെ നമ്മൾ ആളുകൾ ഒരു സ്മരിക്കപ്പെടും. അത് അതൊക്കെ അവരുടെ അതൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെടും. അതുപോലെ നമ്മളെ ആർക്കോട് എന്ന് പറഞ്ഞാൽ ഒരു 30-40 വർഷം മുമ്പ് തന്നെ വലിയൊരു അങ്ങാടി, നല്ലൊരു പേര് കേട്ട അങ്ങാടിയായിരുന്നു.
അതങ്ങനെയൊക്കെ അതൊക്കെ ഒരു പുണ്യം പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ച പിന്നെ ഓരോ പിന്നെ അംഗീകാരങ്ങളും മറ്റുമൊക്കെയാണ്. അത് നമ്മൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഈ പിന്നെ സയ്യിദന്മാരും അവരും ഒക്കെയോടുള്ള പണ്ഡിതന്മാരോടൊക്കെയുള്ള ബന്ധം ഇനി അല്ലെ ബഹുമാനപ്പെട്ട പിന്നെ ഒമ്പർത്ത തങ്ങൾ മുതൽ തുടങ്ങി പാണക്കാട് തങ്ങന്മാരുടെ പിന്നെ കുട്ടിയടിക്കലും അത് അവർ തറക്കല്ലിടലും അവർ പിന്നെ കട്ടില വെക്കലും ഇനി ഉദ്ഘാടന കർമ്മവും സെയ്ദ് മുത്തുക്കോയത്തങ്ങളും അതിലേക്ക് പങ്കെടുക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു ഈ സെയ്ദ് സാദാത്തുമാരും ഒക്കെയുള്ള ഒരു ബന്ധവും അതും ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ഭദ്രതയും അതിലധിഷ്ഠിതമായ ഒരു മുന്നോട്ട് പോക്കൊക്കെ ഇനിയും വളരെ ഏറെക്കാലം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കാമും ഇന്നും സയ്യിദന്മാരുടെ ഒരു പിൻബലം ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ള മക്കാമ് സയ്യിദ് നമ്മുടെ സയ്യിദ് അവറുകളുടെ മക്കാമ് എന്ന് പറയുന്നത് കോയത്തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു തആല നമ്മുടെ നാടിൻ്റെ രാജാവാണ്. എല്ലാ നാട്ടിലും രാജാവുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ രാജാവ് എന്ന് പറയുന്നത് മൂപ്പരാണ്. അതിന്റെ പിൻബലം കൂടി നമുക്ക് ഈ നാട്ടുകാർക്കുണ്ട്. പിൻബലം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരെ കൊണ്ട് മാത്രമാണ് നമുക്കുള്ള രക്ഷ. അവർ നമ്മളെ നാട്ടിൽ കടന്നാൽ മതി. അവർ നമ്മളെ നാട്ടിൽ കടക്കുന്നത് പോലും നമുക്കൊക്കെ ഏറ്റവും വലിയ സേഫാണ്. അവരുടെ ആ നിയന്ത്രണവും അവരുടെ ഒരു പ്രത്യേകമായ ഒരു പരിലാളനയൊക്കെ നമുക്കുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ പിന്നെ രാജകുമാരനായി അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനമാണ്. അത് നമ്മൾ ഈ സയ്യിദന്മാരോട് നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേക ഒരു ബന്ധമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇനിയും അത് നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തട്ടെ. ആമീൻ ആമീൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച വളരെ ഗംഭീരമായി എന്നുള്ളത് തോന്നുന്നു. എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയ സുഹൃത്ത്, സഹപ്രവർത്തകൻ, ദീനീ രംഗത്തൊക്കെയുള്ള സഹപ്രവർത്തകൻ എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്കൊക്കെ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഒക്കെ പ്രചോദനമായി മുന്നിൽ നിന്ന് പല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലാസ്സുകൾക്കൊക്കെ റമദാനിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകളിലൊക്കെ അതിനൊക്കെ മുഖ്യമായ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട NP നൗഷാദ് ഭായ്, പള്ളിയുടെ മുത്തവല്ലി ഭരണത്തിൻ്റെ മുത്തവല്ലി കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു പ്രതിനിധി കൂടിയായി, ആ കുടുംബത്തിൽ നിന്നൊരു അംഗം കൂടിയായി നൗഷാദ് ഭായ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് 1000 ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.